അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് നളന്ദ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം പറഞ്ഞ പ്രസംഗം. നളന്ദ ഗ്രൂപ്പിൻ്റെ ചേരുന്നതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നത് നിയമം പോലെയായിരുന്നു. അതിൻ്റെ യഥാർത്ഥ രൂപം മൂപ്പര് പറയുന്നുണ്ട്. എന്നാൽ നളന്ദ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമുള്ള പ്രസംഗം, നളന്ദ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായ പ്രസംഗം എന്താണെന്ന് വെച്ചാൽ, കേക്ക് മുറിക്കലും അതുപോലെ തന്നെ എന്താണ് ക്രിസ്ത്യാനികളുടെ ആ പരിപാടിൻ്റെ അന്ന് അത് ഓരി വെക്കലും അന്ന് അതായിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യലുമായിക്കൊണ്ട് ബന്ധപ്പെട്ടാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയുന്നത്. അത് ആരെ വെളുപ്പിക്കാനാണ് പറയുന്നത്? പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്തുമസിൻ്റെ അന്ന് കേക്ക് മുറിച്ച് അച്ചായൻ ഇയാൾ അഥവാ ആ പള്ളിയിലച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തൊള്ളിയിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അങ്ങോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെയ്യൽ, ഇങ്ങനെ ഒരു സൗഹൃദം പങ്കിടൽ, ആ സൗഹൃദം, ഈ രൂപത്തിലുള്ള സൗഹൃദം പങ്കിടലിൻ്റെ വിധിയാണ് നാം കേൾക്കുന്നത്. ഇത് ആദ്യം അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയട്ടെ. നളന്ദ സമസ്തയുടെ നേതാവാണ് ആര്? നമ്മുടെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ. മൂപ്പരൊന്ന് പറയട്ടെ. അന്യമതക്കാരന്റെ നമ്മൾ അവന്റെ ഒരു ഭക്ഷണം കഴിച്ചു, അവന്റെ ആചാരത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, അവന്റെ ആചാരത്തെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു സൗഹൃദത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചു. അന്യമതക്കാരൻ്റെ സൗഹൃദത്തിന് വേണ്ടിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു. എന്നാലോ മൂപ്പര് പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതെ സൗഹൃദത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചു. അഥവാ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വെളുപ്പിക്കുകയാണ്. ഇപ്പോൾ നളന്ദൻ്റെ നേതാവാണ് മൂപ്പരും, നളന്ദയുമായി ബന്ധപ്പെട്ട ആളാണ് മൂപ്പര് ബാക്കിൽ നിന്ന് തീരുമാനിക്കുന്ന ആളാണ്. അപ്പോൾ ആ നളന്ദൻ്റെ നേരെ തീരുമാനത്തിൻ്റെ ഒരാളായതുകൊണ്ട് മൂപ്പരൊന്ന് വെളുപ്പിക്കുക എന്നുള്ളത് ഈ സമദ് പൂക്കോട്ടൂരിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ അതിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, പക്ഷേ വിശ്വസിക്കാതെ ഭക്ഷണം കഴിച്ചു. രണ്ടാണ്. തീർച്ചയായിട്ടും അത് രണ്ടും രണ്ടാണ്. അതിൽ വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഇസ്ലാമെന്ന് അങ്ങോട്ട് പുറത്തുപോയി, കാഫിറായിപ്പോയി. അതിൽ വിശ്വസിച്ചാൽ പൂക്കോട്ടൂരെ, അതിൽ വിശ്വസിച്ചിട്ടാണ് അത് ചെയ്തത് എങ്കിൽ ഇസ്ലാമെന്ന് പുറത്തുപോയോ കാഫിറായിപ്പോയി. അത് തങ്ങളായാലും ശരി, മൂല്യരായാലും ശരി, നാടനാണെങ്കിലും ശരി, മുതലാളി ആണെങ്കിലും ശരി, തൊഴിലാളിയാണെങ്കിലും ശരി, അതിൽ വിശ്വസിച്ചിട്ടാണോ ആ നാട കേക്ക് കഴിച്ചത്, അല്ലെങ്കിൽ അതുമായി കൊണ്ട് ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ ആ ക്രിസ്തുമസിന് പങ്കെടുത്തത്, അതിൽ വിശ്വസിച്ചിട്ടാണോ എങ്കിൽ അവൻ ഇസ്ലാമെന്ന് പുറത്തന്നെ പോയി. എന്നാൽ വിശ്വസിക്കാതെ സൗഹൃദത്തിന് വേണ്ടി പങ്കെടുക്കൽ, അതാണ് തെറ്റ് പറഞ്ഞത്. ഇപ്പം ആ പങ്കെടുത്ത ആ രൂപത്തിൽ പങ്കെടുക്കലാണ്. അത് ഒരു മുസ്ലിം ചെയ്യേണ്ട പണിയല്ല, എന്നാണ് അതിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിങ്ങൾ ജിഫിരിത്തങ്ങളെ വിട്ടുകാണ്ട് നളന്ദയിൽ ചെന്ന് മായിനാജിനെ പ്രസിഡന്റ് ആക്കിയപ്പോൾ പോയി നിങ്ങളെ കാര്യം. നിങ്ങൾക്ക് നല്ലോണം വിഷയങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പൊന്നാര പൂക്കോട്ടൂരെ ഇതാണോ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ? ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ അടുത്ത് താമസിക്കുന്നതിൽ കൃഷ്ണനാണെങ്കിൽ ആ കൃഷ്ണന് വല്ല അപകടവും ആഫത്തും വന്നാൽ അത് ഞാൻ കൊണ്ടുനടക്കണോനെ. ഉദാഹരണം പറയാം, കൃഷ്ണൻ തെങ്ങുമ്മ കയറുന്ന ആളാണ്. അയാൾ തെങ്ങിൽ നിന്ന് വീണാൽ അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൽ ഞാൻ ചെയ്യണം. ഞാൻ അയാളുടെ സ്വന്തം അടുത്ത ആളാണ്, അയൽവാസിയാണ്. ഞാൻ കൊണ്ടുപോകണം അയാളെ ആസ്പത്രിയിലേക്ക്, അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകണം. മരുന്ന് വാങ്ങിക്കൊടുക്കണം, കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കണം, എല്ലാ കാര്യം ചെയ്യണം. അതുപോലത്തെ കാര്യമാണ് നമ്മൾ സൗഹൃദം പങ്കിടുന്നത്. ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് എത്തി, അയാൾ മരിക്കുകയാണ്. ഇനി മരിച്ചു, ഹോസ്പിറ്റലിൽ നിന്നാണ് മരിച്ചു. ഇനി നമ്മൾ മാറിക്കണം. ഇനി അവിടെ കൃഷ്ണൻ്റെ അടുത്ത് ഞാൻ നിൽക്കരുത്, കാരണം ഓർക്ക് ഓരോ കാര്യം ചെയ്യാണ്ട്.
ഓൽക്ക് ഓല കാര്യം ചെയ്യാണ്ട് അത് മതസൗഹാർദ്ദമല്ല, അത് അവരുടെ ആചാരമാണ്, അത് അവർ ചെയ്യണം. അതേമാതിരി എൻ്റെ അയൽവാസിയാണ് കൃഷ്ണൻ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്നെ കൊണ്ടുപോകണം ആശുപത്രിക്ക്, ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ സമയത്ത് മരിക്കലോട് കൂടെ പിന്നെ മാറി നിൽക്കണം. പിന്നെ ഇനി എൻ്റെ ജാതികൾ എന്ത് ചെയ്യണം, എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണ്. എന്താ പിന്നെ ചെയ്യാം? ഇതൊക്കെ ശരിക്കും അറിഞ്ഞിരുന്ന ആളാണല്ലോ ഈ പിന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂര്. നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി കഴിച്ചു. ആ കേക്ക് വാങ്ങി കഴിച്ചാൽ സാധാരണത്തെ ഒരു കേക്ക് വാങ്ങി കഴിക്കലോ സ്വാഭാവികമായി കൊണ്ടുള്ളൊരു കേക്ക് കഴിക്കലോ ഒന്നുമല്ല അബ്ദുൽ സമദ് പൂക്കോട്ടൂര് ഇവിടെ നടന്നിരിക്കുന്നത്. ആളുകളെ പൊട്ടനാക്കരുത്, ആളുകളെ പൊട്ടനാക്കരുത്, മനസ്സിലായോ? ഇപ്പം ഞാനിങ്ങനെ പോണ സമയത്ത് ഒരു തൊടിയിലൊരു കേക്കിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ എവിടെ നിന്നൊരു കേക്ക് വാങ്ങി കഴിക്കലും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എത്തിപ്പെട്ടുകാണ്ട് കേക്ക് വാങ്ങി കഴിക്കലും അതൊക്കെ പിന്നെ അതും ഇതുമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ക്ഷണിക്കപ്പെട്ടുകാണ്ട് പോയതാണ്, ക്രിസ്തുമസാണ്, അതിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കപ്പെട്ടുകാണ്ട് പോയതാണ്. അതും ഇത് ഒന്നിട്ട് കൂട്ടി വായിക്കല്ലേ. എന്താ, നിങ്ങൾ ഒരു അമുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ആചാരക്രമമോ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല. അല്ലാതെ അങ്ങനെ അംഗീകരിച്ചുകാണ്ട് ചെയ്താൽ കാഫിറാവും. അങ്ങനെ അംഗീകരിച്ചിട്ടാണോ ചെയ്യണത് എങ്കിൽ അത് കാഫിറായി പോവും. പാടില്ല എന്നല്ല, ഇസ്ലാമെന്ന് അങ്ങോട്ട് പുറത്തു പോകും. പാടില്ലാത്ത ഇപ്പം ചെയ്തതാണ് പാടില്ലാത്തത്. ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു, പിന്നെ വലിയ കേക്കാകുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ. അതൊന്നും പറ്റൂല. വലിയ കേക്കാകുമ്പോൾ മുറിക്കാതെ കഴിക്കാനൊന്നും പറ്റൂല, വലിയ കേക്കാവും. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, എന്താണ് ഈ അപകടകരമായ വാദം? എത്രമാത്രം അപകടകരമായ വാദമാണ് ഇവിടെ പറയുന്നത്? നമ്മളെ സുഹൃത്തുക്കൾ പറയുന്നത് എന്ന് അമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്ന ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനെയാണ് കേട്ടോ. ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ അഥവാ നളന്ദ കമ്മിറ്റിയെ, നളന്ദ സമസ്തയെ ആണ് എന്ത് ചെയ്യണത്, പിന്നെ ഷജറ സമസ്തയിൽപ്പെട്ട നമ്മുടെ ജഫിരി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത് ഈ നളന്ദ സമസ്തയാണ്, നളന്തക്കാരെയാണ് ഈ പറയുന്നത്. കാരണം നമ്മളെ സുഹൃത്തുക്കൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെയാണ് പറയുന്നത്. കേട്ടോളി, ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടാണ് പറയുന്നത്. അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റ കാര്യം, വിശ്വാസത്തോട് ചെയ്താൽ ആളെന്താവും? ആള് കാഫിറായി പോവും. അതന്നെ, വിശ്വാസത്തോട് കൂടി ആള് ചെയ്താൽ ഇസ്ലാം പുറത്തു പോയി കാഫിറായി, മുർത്തദായി. വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് ഇത് തെറ്റാണ്, ഹറാമാണ്, വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ, ഈ പറയുന്നതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങളിൽ പിന്നെ പ്രവർത്തിക്കാമെങ്കിൽ എന്താണ് അതിൻ്റെ മുമ്പുണ്ടായിരുന്നത് എന്നുള്ള അവസ്ഥ അമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നുണ്ട്. എന്തിനാണ് 2015 നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുക്കൽ വിവാദത്തിൽ പെട്ടുകൊണ്ട് വിട്ടുനിന്നത്? അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. നിലവിളക്ക് കൊളുത്താണ് സാഹചര്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മതം അതിനെ അനുവദിക്കുന്നില്ല, ഞാൻ കൊളുത്തൂലായിരുന്നു. വലിയ വിവാദമായി. അയാളെന്നത് കൊളത്തൂല എന്ന് പറഞ്ഞാൽ വലിയ വിവാദമായി, പ്രശ്നമായി, വലിയതായി. കാരണം അയാൾ മുസ്ലിമാണെന്നുള്ള നിലക്ക് അയാൾ അതിൽ ആ ഇസ്ലാമിൽ ഉറച്ചു നിന്നു. വലിയ ചർച്ചയായി. ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗിന്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട്. മഹാനായ മർഹൂം CH മുഹമ്മദ് കായ സാഹിബ്, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, അവരൊക്കെ നിലവിളക്ക് കൊളുത്തുക എന്ന ആചാരം നമ്മുടെ ആചാരമല്ല, അതുകൊണ്ട് പാടില്ല തീരുമാനിച്ചതാണ്. അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു. ഇന്ന് പിന്നെ അങ്ങനെയല്ല. ഇന്ന് നിലവിളക്ക് കൊളുത്താനും കൊത്താനും സ്ഥാനം പ്രസിഡന്റിന് കിട്ടിയ പ്രസിഡന്റ് തന്നെ ഓടിച്ചെല്ലാണ് മുസ്ലിം ലീഗിന്റെ. ഹൈദർ ഷിഹാബ് തെറ്റുപറ്റിയോ? അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന് നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബിന് തെറ്റുപറ്റിയോ? ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് വിലക്കുന്നത്? എന്തിനാണ് ഹൈദർ ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്തിന് നിങ്ങൾ ഓർത്തു നോക്കൂ. ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗവൺമെന്റ് അധ്യക്ഷൻ അന്ന്
ബഹുമാന്യനായ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ അവർകളാണ്. സൈനുലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. നവ്വറല്ലാഹു മറാഖിദഹുമ 2 പേരോടും ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു, മതപരമായ നിയമം പ്രഖ്യാപിച്ചു. ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ്, അനുവദനീയമായ കാര്യമല്ല, അനുവദനീയമല്ലാത്തതാണ്. മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി, ചെയ്യണ്ട. വിശ്വാസം അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. വേണ്ട, ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അദ്ദേഹം പൊട്ടുതൊട്ടു. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ. വളരെ ഗൗരവത്തോടു സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിനെതിരായി സ്വീകരിച്ച സമീപനത്തിൽ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു. എന്തേ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ചെറുക്കണം അബ്ദുള്ള സാഹിബ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തുൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ്, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അംഗീകരിച്ചില്ലോ ഉമർ അലി ശിഹാബ് തങ്ങൾ. എന്താ ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമാന പണ്ഡിതന്മാർക്കും അന്നൊക്കെ പൂക്കോട്ടൂരിനെ അറിഞ്ഞിരുന്നു, ഇപ്പൊ ഇതിന് പൂക്കോട്ടൂരാണ് പറയുന്നതാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച സമീപനം സ്വീകരിച്ച ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ? അവരൊക്കെ ഐക്യകണ്ഠേന ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും ദീനിന് പരിക്കേൽക്കാൻ പാടില്ല. അമുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ ആകണം. പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാമിന് പുറത്തോട്ട് പോയി ആള് കാഫറായി, പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല. വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റൂല എന്നായി പറഞ്ഞത്. അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കും.